ശിവശങ്കർജി, നമ്മുടെ അന്ന് ഉയർന്നു കേട്ട ഒരു പരിപാടിയാണ്. ഇപ്പം നമ്മളിപ്പം ഏത് പദ്ധതി വരണമെങ്കിലും ഭൂമി ഏറ്റെടുക്കണം. അപ്പോൾ ഈ അടുക്കള വരെ മഞ്ഞക്കുറ്റി കൊണ്ടിട്ടു എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ പരാതിയും പ്രതിഷേധമൊക്കെ വന്നു. ഇന്ന് ഏതാണ്ട് കേരയിൽ പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ച മട്ടാണ് കേട്ടോ. കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചോ സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചോ? അല്ല, കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ലല്ലോ. പണ്ടേ പരിഗണിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ഒരു അതിവേഗ റെയിൽ തന്നെ നമുക്കില്ലെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് പറഞ്ഞാൽ ശിവശങ്കർ തർക്കിക്കും. ഈ കഴിഞ്ഞ ബജറ്റ് ഒന്നും കിട്ടിയില്ല നമുക്ക്. സത്യത്തില് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബഡ്ജറ്റിൽ കാതലായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊരു സംസ്ഥാനത്തെ ഓറിയന്റഡ്, പണ്ട് ഓരോ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞ് ഇന്നത് പറയുന്ന ഒരു ബഡ്ജറ്റ് എന്നുള്ള കാലഘട്ടം മാറിയിട്ട് ഇത് രാജ്യത്തെ ഒറ്റക്കെട്ടായി കാണുന്ന ഒരു ബഡ്ജറ്റായി മാറിയിരിക്കുന്നു. ദിസ് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ ഒരു പേപ്പർ, ദിസ് ഇസ് എൻ എക്കണോമിക്കൽ പേപ്പർ. ഒരു സാമ്പത്തിക രൂപരേഖയാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം. രണ്ട്, ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും ഓരോരോ ഒരു പൊളിറ്റിക്കൽ പാക്കേജായിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ പാക്കേജായിട്ട് ഒന്നുമല്ല ഇപ്പോൾ ചെയ്യുന്നത്. ഇതൊരു പ്രൊഫഷണലി മാനേജ്. അതുകൊണ്ടാണ് ഈ എക്കണോമിസ്റ്റൊക്കെ ഈ ബഡ്ജറ്റിനെ വളരെ നന്നായിട്ട് ബാധിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നമുക്കറിയാം 3 ആയുർവേദ വലിയ മെഡിക്കൽ കോളേജുകൾ വരുന്നു. അതിൽ 3 വരുന്നതെന്നേ പറഞ്ഞുള്ളൂ. കേരളത്തിന് സ്ഥലങ്ങൾ കൊടുത്താൽ കേരളത്തിന് ആയുർവേദത്തിൻ്റെ വലിയ ശക്തമായ സാന്നിധ്യമുള്ളപ്പോൾ, അതിനുള്ള എക്സ്പെർട്ടൈസ് ഉള്ളപ്പോൾ നമുക്ക് ആയുർവേദ ഒരു മെഡിക്കൽ കോളേജ് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. അതേപോലെ തന്നെ ക്ലിനിക്കൽ ട്രെയിനിങ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിന് എയിംസ് കിട്ടിയില്ല. നമ്മൾ ആയുർവേദം തിരക്കി പോകുമ്പോൾ എയിംസ് കുറെ കാലമായിട്ട് നമുക്ക് കിട്ടുന്നു. എനിക്ക് സാർ അത് പറയരുത്. കിനാലൂർ 115 ഏക്കറും കൊടുത്തിട്ട് 200 ഏക്കറിന്റെ സ്ഥാനം കിട്ടില്ല എന്ന് സാറ് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. രാഷ്ട്രീയക്കാർ പറഞ്ഞോട്ടെ, 200 ഏക്കർ വേണമെന്ന് പറയുമ്പോൾ അതിന് 115 ഏക്കർ തരാൻ തൽക്കാലം തായെന്ന് പറയുമ്പോൾ അവിടെ 200-300 ഏക്കർ മറ്റ് സംസ്ഥാനങ്ങൾ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരു ടൈം ഫ്രെയിമിലായാലും സ്ഥലമായാലും ആ ഫ്രെയിമിനനുസരിച്ചുള്ള സാധനം കൊടുത്താലേ കേന്ദ്രത്തിന് തരാൻ പ്രശ്നം അല്ലേ. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.